കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ അവിടെ ഏറ്റവും ഇളയവള്. മറ്റുള്ളവര് നിന്നെക്കാളും അനുഭവ പരിചയമുള്ളവരും. ആ വീടിന്റെ നിലവിളക്കായി നീ പൂമുഖത്ത് തെളിഞ്ഞു കത്തുന്നത് അമ്മയ്ക്ക് കാണണം. സാറേ, ഇവളെ ഞാൻ സാറിനെ ഏൽപ്പിക്കുക. ഇവളെ കൊണ്ട് സാറിന് ഒരു ദോഷം ഉണ്ടാവൂല, അതെനിക്ക് ഉറപ്പാ. വീടിനു വേണ്ടി കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്കൊപ്പം ഒരു വലിയ ഭാരം എടുത്ത് തോളി വച്ചവള് ശാരി. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിപ്പോയാ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണേ. ഈ വീടിനും ഹോട്ടലിനും അപ്പുറം ഒരു ലോകം ഇവള് കണ്ടിട്ടില്ല. കൂട്ടായി ഉണ്ടാവണമെന്നും ഉറപ്പായി ശാരദാമേ. ചെല മോളെ, നീ സന്തോഷായിട്ട് ഇറങ്ങ്. സ്വർണവും പണമൊന്നും അല്ല ശാരദയ്ക്കുള്ള സമ്പാദ്യം. ഈ മക്കളും മാത്ര. അതിലൊരു പ്രധാന ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നത്. വാശാരിയെ ചെല്ല. പോയിട്ട് വാടി. പോയിട്ടോ. എന്താ പ്രീതി? അർജുനേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശാലിനി. അർജുനേട്ടൻ കോടതിയിലോ മറ്റോ ആയിരിക്കും പ്രീതി. എനിക്ക് അർജുനേട്ടനെ ഒന്ന് അർജന്റായിട്ട് കാണണമായിരുന്നു. എന്താ പ്രീതി, എന്താ പ്രശ്നം?
അതിന്റെ തികട്ടിൽ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ശാലിനി. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച എന്ത് സമാധാനം പറയും ഞാൻ അർജുനേട്ടനോട്? എങ്ങനെ ഫേസ് ചെയ്യും ഞാൻ അർജുനേട്ടനെ? ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ കാര്യം അറിയാലോ ശാലിനിക്ക്. അതിന്റെ കുറ്റബോധത്തിൽ നേറിയ അർജുനേട്ടൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴാ അല്പമെങ്കിലും സമാധാനമായത്. ഈ കുഞ്ഞിന് കൂടി എന്തെങ്കിലും സംഭവിച്ച അതും എന്റെ കൈപ്പിഴ കൊണ്ട്. പ്രീതി നോക്ക്, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി ശാലിനി. പക്ഷെ എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. എന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാലോ. എനിക്ക് മനസ്സിലായി. ഇപ്പൊ പ്രീതിക്ക് അർജുനേട്ടനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ ഉടനെ ഏർപ്പാട് ചെയ്യാം. കൃഷ്ണകുട്ടി ചേട്ടാ, കൃഷ്ണകുട്ടി ചേട്ടാ. ദേ വരുന്നു. ഇങ്ങനെ ഒരുപാട് ഒച്ച എടുക്കല്ലേ വിജയേ, നിന്റെ ഹൃദയത്തിന് സുഖമില്ലാത്തതല്ലേ? അതെല്ലാവർക്കും തോന്നണം. ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാ കിട്ടാൻ 2 മണിക്കൂറാ. എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്തോണ്ടല്ലേ? വിജയേ, ചായ ഇട്ടും കഞ്ഞി വെച്ചൊക്കെ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാ. നീ എന്നോട് ഒരു 100 മൂട് കപ്പയിടാൻ പറയും, അതും അല്ലെങ്കിൽ ഒരു 50 തെങ്ങിന് തടം വെട്ടാൻ പറയും. എപ്പ ഞാൻ ചെയ്തെന്ന് ചോദിച്ചാ മതി. നല്ല ഊള ചായ. കിടപ്പിലായ പിന്നെ വായിക്ക് രുചിയായിട്ടല്ല, വയറു നിറയാൻ പാകത്തിനൊന്നും കഴിക്കാനും പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉണ്ടാക്കിയ ചോറേ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ കൊള്ളാം. മൊത്തം കുഴഞ്ഞു പിടിച്ച്. എന്നാലേ അതിന്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ പേര് അവിയലെന്നായിരുന്നോ? അതെന്താന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. അത് ഓർക്കുമ്പോഴേ ഓക്കാനും വരുവാ. വിജയേ, എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ കൃഷ്ണൻകുട്ടി ചേട്ടൻ. അതിനെ ചുളയെണ്ണി കൊടുക്കണം. നീ തരുവോ കാശ്? കയ്യിന്ന് കാശിറക്കാതെ അമൃത് വിളമ്പണോന്ന് പറഞ്ഞാ അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാ വിജയേ. രാജീവ് ഒരു ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അവന്റെ കാര്യമല്ലേ, പോയ വഴി അവൻ ഇതൊക്കെ വിട്ട് കാണും. അല്ല, ഈ ഹോം നേഴ്സിനെ കൊണ്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ കൃഷ്ണൻകുട്ടി ചേട്ടാ? എവിടെന്ന്? ഏത് രോഗിയെ നോക്കാനാണോ ഹോം നേഴ്സ് വരുന്നത് അവരുടെ ജോലി മാത്രമേ അവര് ചെയ്യൂ. ഒരു കമഴ്ന്ന് കിടക്കുന്ന പ്ലാവില മറിച്ച് വെക്കില്ല. നമ്മൾ കാശല്ലേ എണ്ണി കൊടുക്കുന്നേ? ഒരു ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആള് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ പുറത്ത് പോണ്ട്. വിജയ് നിക്ക്. സാരമില്ല കൃഷ്ണൻകുട്ടി ചേട്ടാ, കുറച്ചൊക്കെ നടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കുന്നേ. അമ്മ വാ. ഇതാണ് ഇവള്. അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാ.
സർ, എന്തിനാ ഇവിടെ നിർത്തിയത്? എന്താ സർ? ശാരിക എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ശാരദാമ്മയോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. അല്ല സാർ, എന്ത് കള്ളം പറഞ്ഞെന്നാ? നമ്മുടെ കല്യാണക്കാര്യം ഞാൻ അമ്മയോടും അമ്മാവനോടും പറഞ്ഞു എന്നുള്ളത്. അവര് നമുക്ക് മാപ്പ് നൽകി ശാരികയെ സ്വീകരിച്ചെന്നുള്ളത്. സാർ, നമ്മളിപ്പോ പോകുന്നത് അമ്മയ്ക്കും അമ്മാവനും അടുത്തേക്ക് തന്നെയാ. അവിടെ ശാരികയ്ക്ക് താമസിക്കാം, പക്ഷേ എന്റെ ഭാര്യയായിട്ടല്ല. എന്റെ അമ്മയെ പരിചരിക്കാൻ വന്ന ഹോം നേഴ്സായിട്ട്. എനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു ശാരിയെ. ഇതാ ഞാൻ താലി കെട്ടിയ പെണ്ണെന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ കൊണ്ടു നിർത്താൻ ധൈര്യമില്ലഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യം അതായിപ്പോയി. ശാരിക്കറിയാലോ, തന്നെ ഞാൻ താലി കെട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നേരെ ചെന്നിറങ്ങിയത് ഹോസ്പിറ്റലിലേക്കാ. നമ്മളുടെ കാര്യം അവതരിപ്പിക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഇനിയൊരു അറ്റാക്ക് കൂടി ഉണ്ടായ അമ്മ ഒരുപക്ഷെ അതിനെ അതിജീവിക്കില്ലെന്ന്. ആവശ്യപ്പെട്ട സ്വർണം കിട്ടാതെ അമ്മയ്ക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ അത് ശാരദാമ്മയോട് തുറന്നു പറയാനുള്ള തന്റെ ഇടമില്ലാതായതിന് ഇയാളോട് പൊറുക്കണം. ഭാര്യയായിട്ടല്ല, ഹോം നേഴ്സായിട്ട് ഇയാൾ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ അത് ശാരദാമ്മ എങ്ങനെ ഉൾക്കൊള്ളൂന്ന് എനിക്കറിയില്ല. വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞ അതോടെ എല്ലാം തീർന്നു. ദൈവം ഒരുമിപ്പിച്ചിട്ടും എത്ര കാലമോ നമ്മളിങ്ങനെ രണ്ട് ലോകത്ത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കഥയാ അമ്മയുടെ മനംമാറ്റവും ക്ഷമാശീലവും ഒക്കെ. ശരിക്ക് ഇയാളെന്നോട് പൊറുക്കണം. ഇനി അതല്ല, ഇത് സ്വീകാര്യമല്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മടങ്ങിപ്പോവാം. യാതൊരു നീരസവും തോന്നില്ല എനിക്ക്. രണ്ട് വീട്ടുകാരുടെ അംഗീകാരത്തോടെ ജീവിക്കാൻ കഴിയുന്ന സമയത്ത് ഒന്നിക്കാം നമുക്ക്.
എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ സർ. ഹോം നേഴ്സോ വേലക്കാരിയോ ആരും ആയിക്കോട്ടെ, ദൂരെ നിന്നെങ്കിലും സാറിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം അത് മാത്രം അനുവദിച്ചു. ഇവളോ? നീ എന്താടാ ഞങ്ങളെ കളിയാക്കുവാണോ? അമ്മ എന്തെങ്കിലും വന്നേ, ഞാൻ പറയട്ടെ. എന്തോന്ന് പറയാ? നീ അവളെ പറഞ്ഞുവിട്, അത് കഴിഞ്ഞു മതി ബാക്കി സംസാരം. എന്റെ അമ്മയെ കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് ലാഭമുള്ള കാര്യമാണെങ്കിൽ കേൾക്കാൻ വിജയലക്ഷ്മി. എന്താടാ നിനക്ക് പറയാനുള്ളത്? ഒന്നിങ്ങി വന്നേ, ഞാനൊന്ന് പറയട്ടെ. എന്താടാ പറയാനുള്ളത്? എന്റെ അമ്മ, എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടം വന്നു. അയ്യോ, എത്രയാടാ? ഒരു 1,00,000 രൂപ. 1,00,000 രൂപയോ? നീ എന്താടാ ഈ പറയുന്നേ? എന്റെ അമ്മ തോക്കി കയറി വെടിവെക്കാതിരി, അത് തിരിച്ചു പിടിക്കാനുള്ള വഴിയാ ഞാൻ ഈ നോക്കുന്നത്. നീ മനസ്സിലാവുന്ന ഭാഷ പറ. അമ്മയ്ക്കറിയാലോ, ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒരു അടുപ്പം വളർന്ന് വന്നപ്പോഴാ ഈ ശാരികയായിട്ടൊരു ഇഷ്ടത്തിലായത്. അതിനിടയിൽ എനിക്കൊരു അബദ്ധം പറ്റി. അയ്യോ, എന്താടാ? അമ്മ വിചാരിക്കുന്നൊന്നും അല്ല, വെറുതെ ഹാർട്ട് ബീറ്റ് കൂട്ടണ്ട. ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ ചില ഗുണ്ടകൾ ചേർന്ന് തല്ലിപ്പൊളിച്ച കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഹോട്ടലിൽ പുതുക്കി പണിയാൻ വേണ്ടിയല്ലേ പിന്നെ ഭക്ഷ്യമേളയൊക്കെ നടത്തിയത്? അത് തന്നെ. ആ ഭക്ഷ്യമേള നടത്താൻ വേണ്ടിയിട്ട് മുടക്കിയ 1,00,000 രൂപ എവിടുന്നാണെന്ന് അമ്മയുടെ വിചാരം? എവിടുന്നാ? എന്റെ പോക്കറ്റിൽ നിന്ന്. നിന്റെ പോക്കറ്റിൽ നിന്നോ? ശാരിക എടുത്തൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അന്നത് മുടക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആ പണം എനിക്ക് നഷ്ടമായെന്ന് മനസ്സിലായി. ശാരദാമ്മയാണെങ്കിലോ അത് സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയും ചെയ്തു. എന്നാലും നമുക്ക് നമ്മുടെ പണമൊക്കെ പോട്ടെ നോക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അതുകൊണ്ട് എന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു മാർഗമാണിത്. ഇവളെ അമ്മയുടെ ഹോം നേഴ്സാക്കി നിർത്തിയ ആ പണം നമുക്ക് ലാഭിക്കാം. അതെത്ര കാലം കൊണ്ടാടാ? മാസം 10,000-2,000 കൊടുത്താ പോരെ ഒരു ഹോം നേഴ്സിന്? അതിന് എവിടെ തന്നെ വേണമെന്നുണ്ടോ? അമ്മാവനിത് ഏത് യുഗത്തിലേ ജീവിക്കുന്നത്? മാസം 30,000 രൂപയാ ഒരു ഹോം നേഴ്സിന്റെ ബേസിക് സാലറി. 30,000? അത് മാത്രമല്ല, ഹോം നേഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കത്തുള്ളൂ. അവർക്കുള്ള ഭക്ഷണം കൂടെ നമ്മൾ വെച്ചു കൊടുക്കണം. അത് മാത്രമല്ല, അവർക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ എഴുതിയ എഗ്രിമെന്റ് ഒപ്പിട്ട് നമ്മൾ കൊടുക്കുകയും വേണം. അതിലൊന്ന് തെറ്റിയാലേ അവരങ്ങ് പോവും, നമ്മുടെ കാശും പോവും. ഈ ഹോട്ടൽ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശാരീരിക അത്യാവശ്യം അടുക്കളപ്പണിയിലൊക്കെ സഹായിക്കും. ഇതെല്ലാം മനസ്സിൽ കണ്ട ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാലും നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട, ശാരിക ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ശാരദാമ്മയ്ക്ക് വലിയ മനസ്സൊന്നുമില്ലായിരുന്നു ശാരിക എന്റെ ഒപ്പം പറഞ്ഞയക്കാൻ. ഹോട്ടലിൽ വേറൊരാളെ ജോലിക്ക് വെക്കണമല്ലോ. ശാരിക തിരിച്ചില്ലെന്ന് തന്നെയാ ശാരദാമ്മയ്ക്ക് സന്തോഷം. പക്ഷേ അതിനൊപ്പം നമ്മൾ ആ 1,00,000 രൂപയുടെ കാര്യം അങ്ങ് മറന്നേക്കണം.